എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് എങ്ങനെ പറയാം? ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർവ്യൂ സമയത്ത് സാധാരണയായി നമ്മൾ കേട്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ യുവർ സ്ട്രെങ്ത്, ടെൽ മീ അബൌട്ട് യുവർ സ്ട്രോങ് പോയിൻറ്റ്സ്. പക്ഷേ പലർക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെ പറയണം എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെ പറയണം എന്നതിനെപ്പറ്റി ഒരു അവെയർനെസ് ഉണ്ടാക്കുക എന്നതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സ്ട്രെങ്ത് എന്നുള്ളതും സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് യൂസ്ഫുൾ സെൻറ്റൻസസും അതുപോലെ തന്നെ നിങ്ങളുടേതായ ആൻസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതുമാണ്. ആദ്യം തന്നെ എന്താണ് സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കാം. യുവർ സ്ട്രെങ്ത് ഈസ് സംതിങ് യു ആർ ഗുഡ് അറ്റ്, സംതിങ് ദാറ്റ് ഹെൽപ്പ് യു ടു ഡു യുവർ ജോബ് വെൽ. അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് മിടുക്കുള്ളത് അല്ലെങ്കിൽ കഴിവുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോബ് ഇൻ്റർവ്യൂവിനാണോ പോകുന്നത് ആ ജോലി ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്ന എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളത്, അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയി നിങ്ങൾ പറയേണ്ടത്. നമുക്ക് സ്ട്രെങ്ത് ആയി പറയാൻ സാധിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ്. ഒരിക്കലും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഐ ഡോണ്ട് നോ എന്നോ അല്ലെങ്കിൽ ഐ ഹാവ് നോ സ്ട്രെങ്ത് എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് വൺ വേർഡ് ആൻസേഴ്സ് ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കോപ്പി ചെയ്ത ആൻസേഴ്സും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഫോർമുല പരിചയപ്പെടാം. ഒന്നാമതായി എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുക. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ അത്, ലീഡർഷിപ്പ് ആണെങ്കിൽ അത്, എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെ അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ സ്ട്രെങ്ത് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. രണ്ടാമതായി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഒതുക്കാതെ അതൊന്ന് എക്സ്പ്ലെയിൻ കൂടി ചെയ്യേണ്ടതാണ്. ദെൻ തേർഡ്, ഒരു എക്സാമ്പിൾ കൂടി പറയുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ആ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ചുമ്മാ പറയുന്നതിൽ നിന്നും ഉപരിയായിട്ട് നിങ്ങൾക്ക് ആ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് ഇൻ്റർവ്യൂവറിനെ നിങ്ങൾ ധരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സാമ്പിൾ കൂടി പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. മൈ സ്ട്രെങ്ത് ഈസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ സ്ട്രെങ്ത് ഫസ്റ്റ് പറയുക. ഐ ക്യാൻ എക്സ്പ്രസ് മൈ ഐഡിയാസ് ക്ലിയർലി. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഫോർ എക്സാമ്പിൾ, ഇൻ മൈ പ്രീവിയസ് ക്ലാസ് ഐ കോൺഫിഡൻ്റ്ലി പ്രസൻറ്റഡ് ടോപ്പിക്സ്. സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഫ്രേസസ് നമുക്ക് പരിചയപ്പെടാം. സ്റ്റാർട്ടിംഗ് ഫ്രേസസ്, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് പറയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫ്രേസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വൺ ഓഫ് മൈ സ്ട്രെങ്ത് ഈസ് എന്ന് പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ ഐ ബിലീവ് മൈ സ്ട്രെങ്ത് ഈസ് എന്ന് തുടങ്ങാം. അതുമല്ലെങ്കിൽ ഐ ആം ഗുഡ് അറ്റ്, അങ്ങനെയും നിങ്ങൾക്ക് പറയാം. ഇനി സ്ട്രെങ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഫ്രേസസ് പരിചയപ്പെടാം. ദിസ് ഹെൽപ്സ് മീ ടു എന്ന് പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് ഐ ക്യാൻ എന്ന് പറഞ്ഞു തുടങ്ങാം. അല്ലെങ്കിൽ ഐ ഹാവ് ഇംപ്രൂവ്ഡ് ദ സ്കിൽ ബൈ, അങ്ങനെയും തുടങ്ങാം. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഫ്രേസസ് നോക്കാം. ഇൻ മൈ പ്രീവിയസ് എക്സ്പീരിയൻസ്, അങ്ങനെ തുടങ്ങാം. അല്ലെങ്കിൽ ഐ ഹാവ് യൂസ്ഡ് ദ സ്കിൽ വെൻ, അങ്ങനെ തുടങ്ങാം. ഇനി കുറച്ച് സാമ്പിൾ ആൻസേഴ്സ് നമുക്ക് നോക്കാം. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെ പറയും? മൈ സ്ട്രെങ്ത് ഈസ് ദാറ്റ് ഐ ആം ഹാർഡ് വർക്കിംഗ്. I always complete my tasks on time. For example, during my studies, I consistently finished my assignments before deadlines. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ എല്ലാ ടാസ്കും കൃത്യസമയത്ത് ചെയ്തു തീർക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് പഠിക്കുന്ന സമയങ്ങളിൽ സ്ഥിരമായി എൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം ഞാൻ സമയത്തിന് ചെയ്തു തീർക്കുമായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. ഇനി ഹാർഡ് വർക്കിംഗ് എന്ന ഒരു സെൻറ്റൻസിൽ ഒതുക്കുന്നതിന് പകരം നമ്മൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഫസ്റ്റ് തന്നെ ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞു, ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, ദെൻ അതിനൊരു എക്സാമ്പിൾ കൂടി നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വിക്ക് ലേണർ എന്നാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ലൈക്ക് ദിസ്. മൈ സ്ട്രെങ്ത് ഈസ് ദാറ്റ് ഐ ആം എ ക്വിക്ക് ലേണർ. I can understand new things early.
For example, I learned a new software in a very short time. Now it's your turn. ഫസ്റ്റ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ജോബ് ഇൻ്റർവ്യൂവിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് പറയാൻ, നിങ്ങൾക്കുള്ള ഒരു സ്ട്രെങ്ത് പറയാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്ട്രെങ്ത്തിനെ പറ്റി 2 ലൈൻസ് കൂടി നിങ്ങൾ പറയുക. ദെൻ അതുമായി ബന്ധപ്പെട്ട ഒരു റിയൽ എക്സാമ്പിൾ കൂടി പറയുക. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്ട്രെങ്ത്, അതെങ്ങനെ ആൻസർ ചെയ്യണം, ആൻസർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഫ്രേസസ്, അതുപോലെ തന്നെ സാമ്പിൾ ആൻസേഴ്സും നമ്മൾ പരിചയപ്പെട്ടു. സോ ട്രൈ പ്രാക്ടീസിങ് യുവർ ഓൺ സ്ട്രെങ്ത്. അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ലെസൺസ് ആയിട്ട് കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.